ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി നമ്മുടെ തമ്പനയിൽ കാണുന്ന പോലെ തന്നെ നമ്മളൊരു മാജിക്കൽ ഹെയർ ഓയിലാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഈ ഓയിലിൽ നമ്മളിട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു സൂപ്പർ നമ്മുടെ ഹെയർ ഫോളൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഹെയർ ഗ്രോത്തൊക്കെ പ്രൊമോട്ട് ചെയ്യാനും പറ്റിയ നല്ലൊരു ഹെയർ ഓയിലാണ്. അപ്പോൾ നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഏത് പാനിലാണോ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആ പാൻ എടുത്ത് ചൂടായതിന് ശേഷം അതിലേക്ക് നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ആട്ടിയ എണ്ണ എടുക്കാം. ഞാനിവിടെ പാരച്യൂട്ട് കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത്. വേറെ ഇഷ്ടമുള്ള എണ്ണ എടുക്കാം കേട്ടോ. ഇത് ഒലീവ് ഓയിലിലോ വേറെ നിങ്ങൾ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കിയ എണ്ണയിലോ എന്തിൽ വേണമെങ്കിലും നമുക്ക് ഈ മാജിക്കൽ ഹെയർ ഓയിൽ ഉണ്ടാക്കാം. ഞാനിവിടെ പാരച്യൂട്ടിൻ്റെ ഹെയർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ എടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് എടുക്കുന്നുള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉലുവ എടുക്കാം. ഇത് അവരവരെടുക്കുന്ന എണ്ണയ്ക്കനുസരിച്ച് നമ്മൾ ഇതിലിടുന്ന ഇൻഗ്രീഡിയൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. അത് നമ്മൾ ഉലുവ ഇട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് കരിഞ്ജീരകമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെയാണ് കേട്ടോ, എണ്ണയ്ക്കനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഫ്രഷ് വീട്ടിൽ കടയിൽ നിന്ന് മേടിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പില ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഇനി ഇതിലേക്ക് കറ്റാർ വാഴയാണ് ഞാൻ ഇടുന്നത്. ഇത് അലോവേറ ജെല്ല് സെപ്പറേറ്റ് ആക്കിയിട്ട് ജെല്ല് മാത്രമായിട്ട് ഇടുന്നില്ല ഞാൻ. ഇത് ലീഫ് ഫുള്ളും പീസാക്കിയിട്ട് അങ്ങനെയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. കാര്യം നമുക്ക് അതുകൊണ്ടിട്ട് വലിയ ദോഷമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലവർക്കത് വെച്ചിട്ട് വല്ല അലർജിക്കോ വല്ലതും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് ജെല്ല് മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിലേക്ക് സവാള, ഓണിയൻ കുറച്ച് പീസിനെ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇടണമെങ്കിൽ ചെറിയ ഉള്ളി ഇടാം. ഓണിയൻ ഇടുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ എണ്ണ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ഓണിയനൊക്കെ ഇടാം. ഇവിടെ ഞാൻ കുറച്ച് പീസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി ഇത് നന്നായിട്ട് നമ്മൾ ഇതെല്ലാം ഫുൾ നമ്മുടെ കറ്റാർ വാഴയും ഓണിയനൊക്കെ നന്നായിട്ട് വാടി ഒരു കളർ ചേഞ്ച് വരുന്നത് വരെ നമ്മൾ നിർത്താതെ ഇളക്കി കൊടുക്കേണ്ട അത്യാവശ്യമുണ്ട്. ഞാനിതിൽ എനിക്ക് കിട്ടിയ എണ്ണ കാച്ചാൻ പറ്റിയ ലീവ്സൊക്കെ എടുത്തിട്ടുള്ളൂ. മൈലാഞ്ചിയിലേക്ക് വീട്ടിലുള്ളവർ മൈലാഞ്ചി ഇല ചേർക്കാം, അങ്ങനെ തുളസി ഇല ചേർക്കാം, ആര്യവേപ്പിൻ്റെ ഇല ചേർക്കാം. ആര്യവേപ്പിൻ്റെ ഇല പെയിൻ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ തലയിൽ നിന്ന് അതൊക്കെ മാറും. ഇപ്പം ഞാൻ മാജിക്കൽ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഹെയർ ഓയിൽ ഉണ്ടാക്കണത്. ഇതെന്തായാലും നല്ല യൂസ്ഫുള്ളായിരിക്കും. നമ്മുടെ സ്കാൽപ്പിലുള്ള ഡാൻഡ്രഫ് മാറാനും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാജിക്കൽ ഹെയർ ഓയിലായിരിക്കും ഇത്. നന്നായിട്ട് നമ്മൾ കരിയാതെ രീതി നന്നായിട്ട് വാടണ വരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കുറച്ച് നേരം എണ്ണ ചൂടായി അങ്ങനെ ഇരുന്നത് കൊണ്ടിട്ട് നന്നായിട്ട് കളർ ചേഞ്ചൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഹെയർ ഓയിലിന്. പക്ഷേ ഇത് പോരാ, നമ്മുടെ കറ്റാർ വാഴയും വേപ്പിലും ഒന്നും കളർ ചേഞ്ച് ആയിട്ടില്ല. അതും കൂടി ഒന്ന് നന്നായിട്ട് വാടിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ ഓയിലിനും നല്ല കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ അതുവരെ നമ്മൾ ഫ്ലെയിം ഈ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഈ ഒരു കളറായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം വേണമെങ്കിൽ ലോ ഫ്ലെയിമിലിടാം. അത് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, ഇപ്പം ഞാനിത് ലോ ഫ്ലെയിമിലിട്ട് കുറേ നേരം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എടുത്ത് മാറ്റി വെച്ചിട്ട് ആ ചൂടോട് തന്നെ ആയിട്ട് എടുത്ത് മാറ്റി വെച്ചങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസി ആണെങ്കിൽ കളറാണ് നമ്മുടെ ഹെയർ ഓയിലിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് ഇതെന്തായാലും അരിച്ചിട്ടൊന്നുമില്ല. എല്ലാ വെജിറ്റബിൾസും അങ്ങനെ തന്നെ ഉണ്ട്. കാര്യം ഞാൻ കുറച്ചല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അത് അവിടെ തന്നെ അങ്ങനെ കിടക്കുന്നത് നല്ലതാണ് എണ്ണയിൽ. ഇപ്പോൾ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അരിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ഇതിൽ നമ്മൾ ഓണിയനൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് ഇത് വേറെ ഒരു ബാഡ് സ്മെല്ലൊന്നും വരാതിരിക്കുക. അങ്ങനെ പേടിയുള്ളവർ അരിച്ച് വയ്ക്കാം. ഇത് ഞാനിപ്പോൾ ചെറിയൊരു ബൗളിലല്ല എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് മാത്രം ഞാൻ അരിച്ചിട്ടൊന്നുമില്ല. ഇത് കൂടുതലും നിങ്ങൾ ഹെയറിലിട്ടിട്ട് മസാജ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ഷാമ്പൂ ചെയ്ത് വാഷ് ഔട്ട് ചെയ്യുക. അതായിരിക്കും നല്ലത്. കാര്യം
കാച്ചി എണ്ണയിൽ നമ്മൾ ഓവർനൈറ്റൊന്നും വെച്ചിട്ട് രാവിലെ എഴുന്നേൽക്കണ്ട. ഇങ്ങനെ നമ്മൾ കൂടുതൽ കാച്ചി എണ്ണകളൊക്കെ ഷാമ്പൂ ചെയ്ത് 30 മിനിറ്റ്സ് ആഫ്റ്റർ ഷാമ്പൂ ചെയ്ത് കളയായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാവരുടെയും വീട്ടിലെ കിച്ചണിൽ ഉണ്ടാവണം ഐറ്റംസാണ്. ഇതിൽ കരിഞ്ജീരകമൊക്കെ മാത്രമേ ഉള്ളൂ, എങ്ങാനും ഉണ്ടാകാതിരിക്കുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.